ഹായ് നോക്കൂ, എന്നെ ഒരുപാട് വഴക്ക് പറയുന്ന അമ്മയെ കണ്ടോ? മൊബൈലിൻ്റെ വെട്ടം അടിക്കുന്നുണ്ടേ. അവൾക്ക് ഇഷ്ടമല്ല, അങ്ങനെ പിണങ്ങി പോവുക അവൾ. അമ്മയോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കളിയിലേക്ക് വരികയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മ പോയതിന് ശേഷം എന്താ ഇവിടെ ചാടി മറിയുന്നത് നമുക്ക് കാണാം. വളരെ ഹാപ്പിയായിട്ട് കുറച്ച് പാലൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ എനർജിയുടെ ഗുണമാണ് നമ്മൾ ഈ കാണുന്ന ഗുസ്തികൾ കേട്ടോ. കളിയിൽ വിരുന്നുകാരനും കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ഫാമിലിയോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനൊരു സത്യം പറയാൻ പോവുകയാണ്. ആരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കരുത് പ്ലീസ്. വിരുന്നുകാരൻ എന്ന് ഞാനിട്ടൊരു പേരാണ്, സത്യത്തിൽ അവളൊരു വിരുന്നുകാരിയാണ് കേട്ടോ. വീണ്ടും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. ഞാൻ വിരുന്നുകാരാ എന്നാണ് ഞാനവനെ വിളിക്കാറുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് തന്നെ. കുഞ്ഞുങ്ങളുടെ മാമി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എന്നാൽ പിന്നെ ഈ സത്യം നിങ്ങളുടെ മുന്നിൽ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. അതാണ് ഞങ്ങളുടെ വിരുന്നുകാരിയെ ഞാൻ വിരുന്നുകാരനാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഞാൻ കാണിച്ചു തന്ന വിരുന്നുകാരനെ നിങ്ങളെല്ലാവരും രണ്ട് കൈ നീട്ടിയാണ് അവനെ സ്വീകരിച്ചത്. എനിക്കിപ്പോഴും തന്നെ അത് അവനെന്നും വിരുന്നുകാരനെന്നൊക്കെ നാവിൽ വരുവുള്ളൂ. എന്നുവെച്ചാൽ ഞാനും അങ്ങനെ ശീലിച്ചുകൊണ്ടാണ്. അവളൊരു വിരുന്നുകാരി തന്നെയാണ്. എല്ലാവരും എന്നോടാണ് ക്ഷമിക്കാനുള്ളത് കേട്ടോ. ആരും വന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ തെറി വിളിക്കരുത് പ്ലീസ്. ഇപ്പോഴും ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും വിരുന്നുകാരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഭാഗത്താണ് തെറ്റ്. അങ്ങനെ നമ്മുടെ പിള്ളേരിതാ ഇവിടെ ചാടി കളിച്ച് മറിയുന്നത് കാണാം. ഞാൻ ജോലിക്ക് പോയിട്ട് 2 വർഷം കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ബന്ധങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങളുടെ മാമയാണ് എനിക്ക് ഈ കഥകളൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. കേട്ടപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളത് അറിയിക്കണം എന്നെനിക്ക് തോന്നി. ഞാൻ വന്ന അന്ന് തൊട്ട് ഇവനെ കാണുമ്പോൾ വിരുന്നുകാരാന്ന് വിളിച്ച് ആ ഒരു ശീലത്തിലാണ് വീഡിയോ ചെയ്തത്. സത്യം ഇന്നാണ് ഞാനും അറിയുന്നത്. അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സത്യമായ കാര്യം കേട്ടോ. വിരുന്നുകാരനെ വിരുന്നുകാരിയാക്കാൻ എനിക്കും കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്ക് വിരുന്നുകാരൻ മാത്രമേ എൻ്റെ നാവിൽ വരുന്നുള്ളൂ. എന്നാലും ഞാൻ ശ്രമിച്ച് വിരുന്നുകാരിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ ഒരു ചെറിയ ഒരു പാറ്റയെ കണ്ടിട്ടാണ് ഇവിടെ ഇതുപോലെ കളിച്ച് കാണിക്കുന്നത്. ആ പാറ്റയെ പിടിച്ച് അവനാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സ്നേഹബന്ധമാണ് അവർ തങ്ങളിലുള്ളത്. ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ അനിയത്തിമാരെന്നാണ് റേഷൻ കാർഡിലുള്ളത്. അങ്ങനെയാണ് മാമി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ അനിയത്തിമാരാണ് ഈ 2 പേരുള്ളത് കേട്ടോ. 2 പെണ്ണുങ്ങളെന്നാണ് പറഞ്ഞത്. അതാണ് ഈ കുഞ്ഞുങ്ങളെ തറയിൽ വയ്ക്കാതെ ഇത്രയും സ്നേഹം കാണിക്കുന്ന വിരുന്നുകാരൻ എന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ രക്തബന്ധങ്ങളുള്ള കൂട്ടുകുടുംബമായതുകൊണ്ടാണ് ഈ സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സത്യമായ ഒരു കാര്യമാണല്ലേ. അപ്പോൾ അത്രയും സ്നേഹത്തോടെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഞങ്ങളെക്കാൾ ഒരുപാട് നന്നായിട്ട് നോക്കുന്ന അവൻ തന്നെയാണെന്ന് പറയാം. അവനെ വിശ്വസിച്ച് തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം കേട്ടോ. അവൻ നന്നായിട്ട് നോക്കിക്കൊള്ളും. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഒരുപാട് കളിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ റൂം കേട്ടോ. ഇവിടെയാണ് അവരുടെ ഏറ്റവും ഭയങ്കരമായിട്ട് കുത്തിമറിഞ്ഞ് കളിക്കുന്ന ഒരു സ്ഥലം. അവർ വേറെ എവിടെയും ഇത്രയും ഭംഗിയായിട്ട് കളിക്കത്തില്ല. അതുപോലെ തന്നെ ഈ റൂമിനകത്ത് ലൈറ്റിൻ്റെ വെട്ടം ഇല്ലാതിട്ടായിരിക്കാം പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമായി തിരഞ്ഞെടുത്തിരിക്കുന്ന റൂം കേട്ടോ. അവിടെ ഞങ്ങൾ മൊബൈലിൻ്റെ വെട്ടം വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ലൈറ്റിൻ്റെ വെട്ടത്തെ ചെറിയ പ്രാണികൾ വന്ന് വീഴുമ്പോൾ അതിനെ പിടിക്കലാണ് ഇപ്പോഴത്തെ ജോലി. അതിനെ ഞങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്തങ്ങ് സാപ്പിടും. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ തൂത്ത് വെളിയിൽ കളയും കേട്ടോ. അങ്ങനെ വിരുന്നുകാരനും കൂടെ കൂടി അവനെ തപ്പിപ്പിടിച്ച് കൊടുക്കുകയാണ്. അവന് വേണ്ട പേപ്പർ ചുരുട്ടി ബോളായിട്ട് എറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ കളിക്കുമ്പോൾ വേറെ ഒരുത്തം വന്നിട്ട് ആ കളിയെ മാറ്റിക്കൊണ്ട് പോകും കേട്ടോ. അങ്ങനെയാണ് കളി മാറി മാറി പോകുന്നത്. അങ്ങനെ അത് വന്ന് തട്ടിക്കളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. നല്ല രസകരമായിട്ട് നല്ല സ്പീഡായിട്ട് തട്ടി കളിക്കും കേട്ടോ പിള്ളേർ. കളിയിൽ ഇടയ്ക്ക് തുള്ളിച്ചാട്ടമൊക്കെ നമുക്ക് കാണാം. അങ്ങനെയുള്ള കളിയൊക്കെയാണ് നമ്മുടെ പിള്ളേർ കളിച്ച് കാണിക്കും നമ്മുടെ മുന്നിൽ. ഈ റൂമിൻ്റെ 4 പാടും നല്ല ഓട്ടമായിരിക്കും. ഇവന്മാരുടെ കളിയെന്ന് പറഞ്ഞാൽ 6 മണി തൊട്ട് 8-8:30 മണി വരെ നല്ല കളിയായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഉറക്കമാണ്. ആ ഉറക്കവും കഴിഞ്ഞ് ഒരു 10 മണിക്ക് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു 12 മണിയോ 1 മണിയോ 2 മണിയോ വരെയുള്ള കളിയെന്ന് പറഞ്ഞാൽ അപാരമായുള്ള കളിയായിരിക്കും. പിടിച്ചാൽ കിട്ടില്ല പിള്ളേർ. അത് കഴിഞ്ഞാൽ ഉറങ്ങിയാൽ നേരം വെളുത്തൊരു 5 മണിക്ക് തുടങ്ങുന്ന കളി ഒരു 6:30 വരെ
7 മണി വരെ ഇതുപോലെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ കണക്കൊരു ഉറക്കമാണ്. ആ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 8:30 9 മണിയാകുമ്പോഴായിരിക്കും എഴുന്നേൽക്കുന്നത്. പിന്നെ വളരെ മന്ദഗതിയും കുറച്ച് വെയിൽ കൊള്ളലും ഇങ്ങനെയുള്ള കാര്യമായിട്ട് അങ്ങ് പോവും. അത് കഴിഞ്ഞാൽ വെയിലും കൊണ്ട് കുറേ കളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ചോറ് കഴിച്ച് വീണ്ടും ഒരു ചെറിയ കളി, അങ്ങനെയാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. എന്തായാലും വളരെ നേരം പോക്കാണ്. നമുക്ക് ഉച്ചയ്ക്ക് വന്ന് റെസ്റ്റ് എടുത്ത് കിടക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ റൂം പൂട്ടിയാണ് കിടക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു രക്ഷയും കാണില്ല. ഞങ്ങൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറത്തില്ല. ഞങ്ങളുടെ പുറത്തൂടെയൊക്കെ ഓട്ടലും ചാടലൊക്കെയാണ്. പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കിടന്ന് കളിക്കും. അതുകൊണ്ട് ഞങ്ങൾ റൂം ചാരും കേട്ടോ. നന്നായിട്ട് അടച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഉച്ചയ്ക്കുള്ള 1-1.5 മണിക്കൂർ ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത്. ആ സമയം കൊണ്ട് പിള്ളേരും പോയി കിടന്നുറങ്ങും കേട്ടോ. ഞങ്ങൾ കതക് തുറന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല. ഞങ്ങളെ കൂടെ വന്ന് ഗുസ്തി വിടലാണ്. ഇതേ കണക്ക് ജോലി. ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ നല്ല നേരം പോക്കായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നല്ല കളികളാണ് ഓരോ ദിവസം ഞങ്ങൾക്ക് തരുന്നത്. അതിലെ പാതി കളിയും കാര്യങ്ങളാണ് നിങ്ങളെ ഞങ്ങൾ പകർത്തി കാണിക്കുന്നത്. ഇവരുടെ കഥകൾ പറയാനാണെങ്കിലോ എത്ര പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ് ഓരോ ദിവസം അവർ കാട്ടിത്തരുന്നത്. കുരുത്തക്കേടായാലും പറഞ്ഞ കേൾക്കാത്തതായാലും എന്ന് വേണ്ട ഒത്തിരി പ്രശ്നങ്ങളാണ് ഇവരെ നിന്നും ഡെയിലി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മൾ ശല്യമായിട്ടോ ഉപദ്രവമായിട്ടോ ഒന്നും കാണാറില്ല. അതൊക്കെ സ്നേഹത്തോടെ തന്നെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളോട് ഒത്ത് സന്തോഷത്തോടെ കളിച്ച് വളരുകയാണ്. അങ്ങനെ നന്നായി വളർന്നു വരട്ടെ എന്നൊരു പ്രാർത്ഥന ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ എന്തായാലും നന്നായിട്ട് പിള്ളേരെ നോക്കുന്നുണ്ടെന്നുള്ളത് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. അതാണ് ഞങ്ങളുടെ വലിയൊരു ബോണസ്. അതിൽ കൂടെ ഒരു ബോണസ് വേറെ ഒന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര നന്ദി പറഞ്ഞാലും എന്തു പറഞ്ഞാലും അത് മതി വരില്ല കേട്ടോ. അത്രയ്ക്കുള്ള സ്നേഹമാണ് ഞങ്ങളുടെ ചാനലിനോട് നിങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിതുപോലെ നല്ല വീഡിയോകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഏതെങ്കിലും ഒരു വെറൈറ്റി രീതിയിലൊരു കളി കാണിക്കുകയാണെങ്കിൽ അപ്പോഴേ തന്നെ ഞാൻ ഞങ്ങളെ പ്രേക്ഷകരെ ഞങ്ങളെ ഫാമിലിയെ അറിയിക്കണം അല്ലെങ്കിൽ കാണിക്കണം എന്നുള്ള തരത്തിലാണ് ഞാനത് ഒപ്പിയെടുക്കുന്നത് തന്നെ കേട്ടോ. അത് ഞാൻ വിചാരിക്കുന്ന പോലെ രീതിയിൽ എടുക്കാനും തന്നെ പറ്റത്തില്ല. പെട്ടെന്നൊരു മിന്നായങ്ങളായിരിക്കും അവരുടെ ചില ഷോർട്ട് കളികൾ. അത് നമുക്ക് പലതും മൊബൈലിൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. മൊബൈൽ ഓണാക്കുമ്പോൾ തന്നെ ആ കളി മാറിയിട്ട് വേറെ കളിയിലേക്ക് പോകും. അങ്ങനെയാണ് ഒത്തിരി രസകരമായിട്ടുള്ള നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പറ്റാത്ത എത്രയോ നല്ല തമാശ കളികളുണ്ടായിരുന്നറിയോ. ഞാനും ഇതുപോലെ മൊബൈൽ കൊണ്ടുവരുമ്പോൾ ആ കളിയൊക്കെ മാറി വേറെ കളിയിലേക്ക് പോകുന്നതുകൊണ്ട് അതൊന്നും നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തതിന് എനിക്ക് വളരെ നിരാശയാണ് ഞാൻ. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള അവരുടെ നല്ല കുരുത്തക്കേടായിട്ടുള്ള തിരഞ്ഞെടുത്താണ് ചില കളികൾ ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത്. ചില സമയങ്ങളിൽ നല്ല ഷോർട്ട് കളികൾ എനിക്ക് കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ആ വീഡിയോ ഭാഗങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ മനോഹരമായ സന്തോഷമായ ഓരോ വരികൾ എഴുതി എനിക്ക് തരുന്നത് ഞാനത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിലെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അത്ര സന്തോഷത്തിലാണ് ഞാനത് 2 കൈ നീട്ടി അത് സ്വീകരിച്ച് അത് വായിച്ച് സന്തോഷിക്കുന്നത്. അത്ര സ്നേഹത്തോടാണ് എൻ്റെ ഫാമിലികൾ എനിക്ക് തരുന്ന ഓരോ കമൻറ്റുകളും. എൻ്റെ കമൻറ്റ് വായിച്ചിട്ട് എന്നെ അറിയുന്നവർ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല സപ്പോർട്ടുള്ള ഫാമിലിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. എനിക്ക് വളരെ സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞു കളികൾ, പിള്ളേരുടെ സന്തോഷം, ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗമാണ് നമ്മുടെ ഈ ചെറിയ വീട്ടിൽ. സത്യം പറയാലോ, പൂക്കൾ യാത്ര വീഡിയോയാണ് ഞങ്ങളുടെ പ്രധാനമായ ചാനലുള്ളത്. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ 1-2 വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിന് നല്ല കമൻറ്റുകളും നല്ല സ്നേഹത്തോടുള്ള വാക്കുകളും കേട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞു വന്നത്. എന്നും പറഞ്ഞ് പൂക്കൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കരുത്. പൂക്കൾ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചെറിയ യാത്രകളൊക്കെ ഞങ്ങൾ ഇനി ചെയ്യും. അതിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വീഡിയോ മാത്രമേ കാണുമെന്ന് വിചാരിച്ചിരിക്കരുത്. എല്ലാം നിങ്ങൾ എക്സ്പ്ലെയർ ചെയ്തെങ്കിലേ നമുക്കൊരു സന്തോഷം കാണുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോ കഥകൾ പറഞ്ഞ് മൂഡൗട്ടാക്കുന്നില്ല. ഞങ്ങളെ പിള്ളേരിതാ ഇവിടെ അടിച്ച് പൊളിച്ച് കളിക്കുകയാണ്. അത്രയും സന്തോഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാനുള്ള സമയങ്ങളിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതാണ് ഞങ്ങൾക്കും വളരെ വിഷമമുണ്ട് വീഡിയോ നേരത്തെ നിർത്തുന്നതിന്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിനു വേണ്ടി പറയാനും എടുക്കാനൊക്കെ വാക്കുകൾ കിട്ടാതാകുമ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വിരുന്നുകാരൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിനെയൊക്കെ നിങ്ങളുടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ.
പിള്ളേരുടെ ഈ കളി കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര നമ്മൾ നിങ്ങളെ മുന്നിൽ കാണിച്ചാലും നീട്ടം കൂടുന്നതല്ലാതെ കുറയത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ തന്നെ നല്ലൊരു നീട്ടത്തിലാണ് പോയിരിക്കുന്ന പിള്ളേരുടെ കളി. അതൊന്നും വെട്ടിക്കളയാൻ തന്നെ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ട് ഈ വീഡിയോ കൊണ്ടുപോയത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു പുത്തൻ വീഡിയോ ആയിട്ട് കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഉടനെ ഓടിയെത്തും. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.